Okay, good evening everyone. We will environmental engineering in the first section. Okay, environmental engineering. Government environmental engineering അതായത് വാട്ടറിന്റെ ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ നമുക്കുള്ള പൊല്യൂട്ടഡ് വാട്ടറിന്റെ ഒരു ഡിസ്പോസലും കാര്യങ്ങളാണ് നമുക്ക് ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഫസ്റ്റ് പാർട്ട്, അതുപോലെ തന്നെ സീവേജ് ഡിസ്പോസൽ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്കൊരു ഡിപ്ലോമ ലെവലിലൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതിനോട് ചേർന്നൊക്കെ തന്നെ നമുക്ക് പോവാം. ഓക്കെ, ITL ലെവലിൽ അധികം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കാം. അപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർക്കാം വാട്ടർ സപ്ലൈ സിസ്റ്റം. വാട്ടർ അതായത് വാട്ടറിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ സപ്ലൈ സിസ്റ്റമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ എന്താണ് വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുമ്പോൾ, ഇപ്പം വാട്ടർ സപ്ലൈ സിസ്റ്റം നമുക്ക് ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം വാട്ടറിന്റെ ഒരു സോഴ്സ് ഉണ്ട്, സർഫസും സബ് സർഫസും സോഴ്സസ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടറിനെ കളക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇറിഗേഷനിൽ പഠിച്ച പോലെയൊക്കെ തന്നെ ഒരു കളക്ടിങ് സിസ്റ്റം ഉണ്ടാവും. അതിനുശേഷം എന്താണ്, ഇതും നമുക്ക് ഇറിഗേഷൻ ഓർക്കാൻ പറ്റും. കൺവെയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അടുത്തത് കൺവെയൻസ്. കൺവെയൻസ് ചെയ്ത്, അതായത് ആ ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമുക്ക് അതേപോലെ തന്നെ എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒരു വാട്ടർ അല്ലെങ്കിൽ ആ റിക്വയർ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിനോട് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഈ ട്രീറ്റ്മെന്റിന് ശേഷമായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് അത് എടുക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം ഇത് ജസ്റ്റ് നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ ഓർത്തിരിക്കാം. ഇതൊക്കെയാണ് ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലെ കണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതങ്ങനെ പഠിക്കാനില്ല, നമുക്കിനി ഓരോന്നായിട്ട് ഓർക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു വാട്ടർ എത്തിച്ചു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾക്ക് എത്ര വെള്ളം വേണം, എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ പെർ ഡേ, അതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം അത് സാധാരണ നമ്മൾ എടുക്കാറുള്ള ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, LPCD, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. LPCD എന്ന് ഓർക്കുക, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഈ ക്യാപിറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളെന്ന് ഓർക്കുക കേട്ടോ. അപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ മൊത്തം ഉള്ള ആവറേജ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ടോട്ടൽ ആവറേജ് വാട്ടർ കൺസംഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി ഡിവൈഡ് ബൈ ആ ഒരു കമ്മ്യൂണിറ്റിന്റെ പോപ്പുലേഷൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഒരു വർഷത്തെ അല്ല ഈ എഴുതിയിരിക്കുന്നത്, ടോട്ടൽ ആവറേജ് കൺസംഷൻ ഓഫ് ദി കമ്മ്യൂണിറ്റി പെർ ഇയർ, ഇതാണ് മേലെ. ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 365 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, ലിറ്റർ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. ഒരാൾക്ക് ഒരു ദിവസം എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വേണം എന്നുള്ള ഒരു ആവറേജ് വാല്യൂ. ഓക്കെ, ഇത് അതായത് ഓരോ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും എത്ര ലിറ്റേഴ്സ് പെർ ഡേ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്ന കോഡാണ് IS 1172/1993. ഓക്കെ, അത് പ്രകാരം നമുക്ക് ഓരോ ഫീൽഡ് അനുസരിച്ച് അവിടുത്തെ കൺസംഷൻ ആണ് ഇവിടെ പറയുന്നത്, എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. അപ്പൊ ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാലോ. ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു വർഷം എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വേണം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 365. അപ്പൊ ഒരു ദിവസം ഒരാൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ എത്രമാത്രം വാട്ടർ വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പം ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽഡ്, അതായത് ഈ ഹൗസ് ഹോൾഡ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുള്ളത് 135 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. ഓക്കെ, നമ്മുടെ മൊത്തം വാട്ടറിന്റെ സോഴ്സിന്റെ ഏതാണ്ട് 50% എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു ഡൊമസ്റ്റിക് പർപ്പസ് ആണ്, നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്നും ഓർക്കാൻ പറ്റൂലേ, ഏതാണ്ട് 50%. ഇനി ഓർക്കാനുള്ളത്, ഈ ഡൊമസ്റ്റിക് തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ആൾക്കാരുടെ ഒരു നേച്ചർ അനുസരിച്ച് ഇപ്പൊ ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, ഹൈ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്. ലോ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്കണോമിക്കലി ഇച്ചിരി വീക്കർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരം ഒരു സെറ്റിൽമെന്റ് ആണെങ്കിൽ അവരുടെ എന്താണ് ഈ ഒരു ഡിമാൻഡ് ആണ് ഈ 135 എന്ന് പറയുന്നത്. ഇതൊരു ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വാട്ടർ ഡിമാൻഡ് കൂടുമെന്ന് ഓർക്കുക. ഹൈ ഇൻകം ഗ്രൂപ്പ് ഏതാണ്ട് ഒരു 200 LPCD വരെ എത്തും. അപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക്കില്
ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 135 മുതൽ 200 LPCD വരെ ആണെന്ന് ഓർക്കാൻ പറ്റുമല്ലോ. 135 മുതൽ 200 വരെ. ഓക്കെ, അപ്പൊ നമ്മുടെ വാട്ടർ ഡിമാൻഡുമായി അത് ഓരോ കമ്മ്യൂണിറ്റി സെറ്റിൽമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ഉള്ള ഡിമാൻഡാണ്. ഡൊമസ്റ്റിക് പർപ്പസ് ആണെങ്കിൽ 135. ഇനി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണെങ്കിൽ ഏതാണ്ട് 50% ആണ്. സോറി 50 LPCD ആണ്. 50 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. പെർസെന്റേജ് അല്ല കേട്ടോ, LPCD ആണ്. ഓരോന്നും ഇൻ ടേംസ് ഓഫ് LPCD നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ് ആണെങ്കിലോ 20 LPCD. ഇത് രണ്ടും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതാണ്ട് മൊത്തത്തിലുള്ളതിന്റെ 50%, 15% ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അടുത്തത് പബ്ലിക് യൂസ് ആണെങ്കിൽ 10 LPCD. ലോസ് ആൻഡ് തെഫ്റ്റ്, ചെറിയ രീതിയിലുള്ള ലോസസ് ഒക്കെ ആയിട്ട് നഷ്ടപ്പെടുന്ന ഏതാണ്ട് 55 LPCD ആണ്. അതായത് ഈ ഒരു കൺവേയൻസ് ഇല്ലേ, അതായത് പൈപ്പിൽ കൂടെ ഒക്കെ ലീക്കേജ് അങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നത് 55 LPCD ആണ്. ഓക്കെ, ഇതൊരു സെറ്റിൽമെന്റിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന വെള്ളത്തിന്റെ കൺസംപ്ഷൻ ആണ്. റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇതാദ്യമായിട്ട് കേൾക്കുന്നല്ലോ അല്ലെ? ഇതിന്റെ കൂടെ നമുക്ക് ഫയർ ഡിമാൻഡ് ഉണ്ട്. ഫയർ ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഒക്കെ വരികയാണെന്ന് വിചാരിക്കും. ഒരു ഫയർ ആക്സിഡന്റ് ഒക്കെ വരുവാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇത്രമാത്രം വെള്ളമോ എപ്പോഴും റിസർവ് ചെയ്ത് വെച്ചിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫയർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫയർ ഡിമാൻഡ് ഒരു ഈ ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഓരോ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഫയർ ഡിമാൻഡ് എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. ഫയർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടി നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ആണ് എന്ത്? ഫയർ ഡിമാൻഡ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി 4-5 ഫോർമുലയൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് ഓരോന്നൊന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഫയർ ഡിമാൻഡ് പറയാൻ കാരണം നമുക്കൊരു ടേമും കൂടെ ഒന്ന് പഠിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതൊരോന്ന് ഓക്കെ ആണല്ലോ അല്ലെ? ഓരോ ദിവസത്തെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റീന്റെ ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് കണ്ടുപിടിക്കാനാണ്. അത് പറയാം, കുഴപ്പമില്ല. ഫയർ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക, ബാക്കി ആ ക്വാണ്ടിറ്റീസും ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വാട്ടർ ഡിമാൻഡ്. ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് എന്താണ് അവിടുത്തെ വാട്ടർ ഡിമാൻഡ് മാറാം. ആദ്യത്തത് സൈസ് ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിന്റെ സൈസ് കൂടുതലാണ്, ഓട്ടോമാറ്റിക് അവിടുത്തെ വാട്ടർ കൺസപ്ഷനും അല്ലെങ്കിൽ വാട്ടർ ഡിമാൻഡും കൂടും. ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അതായത് ഒരുപാട് അവൈലബിൾ റെയിൻഫോൾ ഒക്കെയാണ്, ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ അത്യാവശ്യം റിച്ച് ആയിരിക്കും അല്ലെ? അപ്പം അവിടുത്തെ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എന്താണ്? അത്യാവശ്യം വാട്ടർ തന്നെ, അത്യാവശ്യം വെള്ളം അവരുടെ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സോഴ്സിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഡിറ്റർമൈൻ ചെയ്യാം. സ്റ്റാറ്റസ് ഓഫ് ദി പീപ്പിൾ, ഇപ്പൊ നമ്മൾ സ്റ്റാറ്റസ് ഓഫ് ദി പീപ്പിൾ പറഞ്ഞായിരുന്നല്ലോ അല്ലെ? ലോ ഇൻകം ഗ്രൂപ്പും ഹൈ ഇൻകം ഗ്രൂപ്പും അനുസരിച്ച് വാട്ടർ ഡിമാൻഡ് മാറുന്നില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ചോയ്സും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന്, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഓക്കെ, ഇനി പ്രഷർ. നമുക്കിപ്പം വെള്ളം പമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ, അല്ലാണ്ട് അണ്ടർ ഗ്രാവിറ്റി തന്നെ കിട്ടുവാണെങ്കിൽ അവിടുത്തെ ഡിമാൻഡ് കുറവായിരിക്കും. അതേസമയം നമ്മളൊരു ഒരുപാട് ഡീപ്പിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ഹെഡ് അവൈലബിൾ അല്ല, നമ്മൾ പമ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് നമുക്കൊരു പ്രഷർ സോഴ്സ് ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? കൂടാനൊരു ചാൻസ് ഉണ്ട് അല്ലെ? മെത്തേഡ് ഓഫ് സപ്ലൈ, നമുക്ക് പലതരത്തിലുള്ള സിസ്റ്റംസ് ഓഫ് സപ്ലൈ ഉണ്ട്. അപ്പം അതിനകത്ത് ഓരോന്നിലും വരുന്ന സോഴ്സ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നമ്മൾ ആ ഒരു എന്താണ് ടൈപ്സ് ഓഫ് സപ്ലൈ പറഞ്ഞിട്ടില്ല. ഗ്രിഡ് സിസ്റ്റം, അതേപോലെ തന്നെ ഓപ്പൺ എൻഡ്, ഡെഡ് എൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ചെണ്ണം പഠിക്കാനുണ്ട്. അപ്പം അതിനകത്തും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഏത് സിസ്റ്റം ഓഫ് സപ്ലൈ ആണ് അവിടെ ഫോളോ ചെയ്യുന്നതനുസരിച്ചും എന്താണ് അതിന്റെ വാട്ടർ ഡിമാൻഡ് മാറാം. ടൈപ്പ് ഓഫ് സീവറേജ്, നമ്മൾ ഉപയോഗിക്കുന്ന സീവറേജിന്റെ ടൈപ്പ്. ഇപ്പം സ്റ്റീൽ പൈപ്സ് ആണ് ഉപയോഗിക്കുന്നത്, എന്താണ് ആസ്ബറ്റോസ് പൈപ്പ് ആണോ, കോൺക്രീറ്റ് പൈപ്സ് ആണോ? അപ്പം അങ്ങനത്തെ സീവറേജിന്റെ ടൈപ്പ് അനുസരിച്ച് എന്താണ് വാട്ടർ ഡിമാൻഡ് മാറാം. കോസ്റ്റ് ഓഫ് വാട്ടർ, പണ്ടൊക്കെ നമ്മൾ എന്താണ് ഈ മീറ്റർ ഒക്കെ ഉപയോഗിച്ചായിരുന്നു അല്ലെ? നമ്മുടെ വീട്ടിലേക്കൊക്കെ വാട്ടർ സപ്ലൈ, അതായത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം വരുമ്പോൾ നമ്മൾ മീറ്റർ ഒക്കെ വെച്ചിട്ട് എത്രമാത്രം നമ്മൾ ഉപയോഗിച്ചു എന്നൊക്കെ അതിനകത്തൊരു റീഡിംഗ് ഉണ്ടാവും. അപ്പം ആ രീതിയിൽ ഒരു സപ്ലൈ ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വെള്ളം വേസ്റ്റേജ് ഒക്കെ കുറയും. അതനുസരിച്ച് എന്താണ് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും അല്ലെ? അപ്പം വേസ്റ്റേജ് ഒക്കെ കുറയും, ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് നമുക്ക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, ഇനി അടുത്ത ക്വാളിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ക്വാളിറ്റി നല്ലതാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിമാൻഡും കൂടും. അതേസമയം ഒരു ലോ ക്വാളിറ്റി വാട്ടർ ഒക്കെയാണ് അധികം
എന്താണ് നമുക്ക് കുടിക്കാനൊന്നും പറ്റാത്ത തരത്തിൽ വെള്ളമാണ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും. അപ്പം വാട്ടർ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഒരു തിയറി പോലത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ഒബ്ജക്റ്റീവ് ആയിട്ട് അതൊന്നും ഓർക്കാനില്ല. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഒരു വാട്ടർ ഡിമാൻഡ്, അതായത് നമ്മൾ ഇപ്പം പല കമ്പോണൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ, പല കമ്പോണൻസ് ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പല പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഓക്കെ, പല പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഒരു മണിക്കൂറിൽ മാക്സിമം എത്ര വേണ്ടി വരും, ഒരു ദിവസത്തെ മാക്സിമം എത്രയായിരിക്കും, ഒരു ആവറേജ് ഒരു കാലത്തെ നോക്കുമ്പോഴത്തേക്ക് ആവറേജ് എത്രയായിരിക്കും, അങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് ഉണ്ടാവും അല്ലെ. ഇപ്പൊ അതിരാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിനുള്ള ആവശ്യം കൂടുതലായിരിക്കും. അപ്പം ആ ഒരു അവർലി ഒരു ദിവസത്തിന് മാക്സിമം ചിലപ്പോൾ നോക്കേണ്ടി വരും, ഒരു ദിവസത്തെ ആവറേജ് നോക്കേണ്ടി വരും. അങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കേണ്ടി വരും മൊത്തത്തിൽ ഒരു പീക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നേരത്ത്. ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തവരൊന്ന് ഇന്ററാക്ട് ചെയ്തേ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ഉപയോഗിക്കുക. റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് ഉള്ള പാരാമീറ്റേഴ്സ് ആണ് ഓരോന്ന് പറയുന്നത്. അപ്പം എന്താണ് വാട്ടർ ഡിമാൻഡ് എന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഇങ്ങനെ കുറെ ടൈം ഉണ്ടല്ലോ, ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നൊക്കെ ഓർക്കാം. അത് കാണാപ്പാഠം പഠിക്കുകയല്ല, നമ്മൾ എന്താണ് ബേസ് തൊട്ട് പഠിക്കുകയാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കുക എന്തിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു പൈപ്പ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അതിരാവിലെ ഇത്ര വേണം, ചിലപ്പോൾ അത് നമ്മൾ എന്താണ് ആ മാക്സിമം അവർലി ഫ്ലോ ഇല്ലേ അത് കണക്കാക്കേണ്ടി വരും. അപ്പം ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ഡിമാൻഡ് എക്സ്പ്രസ് ചെയ്യണം. ആ ഓരോ എക്സ്പ്രഷൻ ആണ് ഇവിടെ പറയുന്നത്. ആദ്യത്തത് ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ കൊണ്ടാണ് കേട്ടോ. ക്യൂ ആവറേജ് എന്ന് വേണമെങ്കിൽ എഴുതാം. എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കമ്മ്യൂണിറ്റിന്റെ നമ്മൾ ആ ഒരു LPCD നമുക്ക് അറിയത്തില്ലേ, അത് ഇൻറ്റു പോപ്പുലേഷൻ ചെയ്താൽ മതി. അപ്പൊ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ള ആവറേജ് ഡെയിലി ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് ഉള്ള പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് LPCD നമ്മൾ എഴുതിയില്ലേ, ഒരാൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വേണ്ട വാട്ടർ ഡിമാൻഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു വർഷത്തെ ഡിമാൻഡ് നോക്കി ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു എന്ത് ചെയ്യാം, പോപ്പുലേഷൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേ 365 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് കിട്ടും. ഇൻറ്റു പോപ്പുലേഷൻ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ആവറേജ് ഡെയിലി ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസത്തെ ഇൻറ്റു പോപ്പുലേഷൻ ചെയ്യുമ്പോൾ ആവറേജ് ആ കമ്മ്യൂണിറ്റിക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത്. ഇനി അടുത്തത് മാക്സിമം ഡെയിലി ഡിമാൻഡ്. നമുക്ക് ആവറേജ് ഒരു ദിവസം 24 മണിക്കൂർ ഡ്യൂറേഷനിൽ ഇത്ര വാട്ടർ ആണ് അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ വാട്ടർ ഡിമാൻഡ് എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക, ഇൻ LPCD കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അത് തന്നെ ആയിരിക്കും മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പല ദിവസത്തിലും പലതായിരിക്കും അല്ലെ കൺസംഷൻ. അങ്ങനെ ഒരു ഡ്യൂറേഷൻ നോക്കുമ്പോഴത്തേക്കും മാക്സിമം ഡെയിലി ഡിമാൻഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് മാക്സിമം ഡെയിലി ഡിമാൻഡ് കൊണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 1.8 ഇൻറ്റു ക്യൂ ആവറേജ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആവറേജ് ഡെയിലി ഡിമാൻഡ് ഇൻറ്റു 1.8 ടൈംസ് ആയിരിക്കും മാക്സിമം ഡെയിലി ഡിമാൻഡ്. ഈ മാക്സിമം ആവറേജ് ഡിമാൻഡ് എന്തായിരിക്കും, ഒരു ദിവസത്തിൽ ഏത് മണിക്കൂറിലായിരിക്കും പീക്ക് വരുന്നത് അല്ലെ. അപ്പം അതിന് രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്, ഒന്നെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ആവറേജ് ഡെയിലി ഡിമാൻഡ് ഓർക്കാം, അല്ലെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് വെച്ച് ഓർക്കാം. അപ്പം ഇൻ ടേംസ് ഓഫ് ആവറേജ് ഡെയിലി ഡിമാൻഡ് ആണ് 2.7 ഇൻറ്റു ക്യൂ ആവറേജ് ആയിരിക്കും എന്ത് മാക്സിമം അവർലി ഡിമാൻഡ്. ഇതേപോലെ തന്നെ 1.5 ടൈംസ് ക്യൂ മാക്സിമം, അതായത് മാക്സിമം ഡെയിലി ഡിമാൻഡ് ഇൻറ്റു 1.5 ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് മാക്സിമം അവർലി ഡിമാൻഡ്. ഇത് രണ്ടും സെയിം തന്നെയാണ്, അതായത് 1.8 ഇൻറ്റു 1.5 ചെയ്താൽ നമുക്ക് 2.7 തന്നെ കിട്ടും. അപ്പം ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, അത് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അത് മാക്സിമം അവർലി ഡിമാൻഡ് ആണ്. ഇനി കോയിൻസൈഡൽ ഡ്രാഫ്റ്റ്, നമ്മൾ നേരത്തെ ഓരോ കമ്മ്യൂണിറ്റിയിലെ പോലെ LPCD നമ്മൾ നോക്കി അല്ലെ. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഈ ഫയർ ഡിമാൻഡ് കൂടെ കൂട്ടുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് കോയിൻസിഡൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഫയർ ഡിമാൻഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അതായത് ഒരു ദിവസത്തെ മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് പ്ലസ് എന്ത് ചെയ്യണം ഫയർ ഡിമാൻഡ്. അതാണ് എന്ത് കോയിൻസിഡൽ ഡ്രാഫ്റ്റ്. മനസ്സിലായല്ലോ, മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്.
ഓക്കെ അല്ലേ? അപ്പൊ ഫയർ ഡിമാൻഡ് എന്താന്ന് ഇനി ഓർത്തേക്കരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഫയർ ഡിമാൻഡ് എന്താന്ന് പറഞ്ഞത്. ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആവശ്യമായിട്ട് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അത് ഈ ഒരു ഫയർ ഹൈഡ്രന്റുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത്, അതായത് നമ്മൾ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കണം കേട്ടോ. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അത് മാക്സിമം അവർലി വാട്ടർ ഡിമാൻഡ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം അവർലി വാട്ടർ ഡിമാൻഡ്, അല്ലെങ്കിൽ കോയിൻസൈഡൽ ഡ്രാഫ്റ്റ്. ഇതിൽ രണ്ടിൽ ഏതാണോ മാക്സിമം ആ വാല്യൂ ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ടോട്ടൽ ഡിമാൻഡ് ആയിട്ട് എടുക്കുന്നത്. ഒന്നെങ്കിൽ മാക്സിമം അവർലി വാട്ടർ ഡിമാൻഡ് അല്ലെങ്കിൽ കോയിൻസൈഡൽ ഡ്രാഫ്റ്റ്. ഇത് രണ്ടിൽ ഏതാണോ വലുത് അതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേരിയേഷൻ ഇൻ വാട്ടർ ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഡിമാൻഡ് എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം തന്നെ ഓർത്തിരിക്കുക, കൺഫ്യൂസിങ് ആക്കിയേക്കരുത്. ആദ്യം ആവറേജ് ഡെയിലി ഡിമാൻഡ്, മാക്സിമം ഡെയിലി ഡിമാൻഡ്, മാക്സിമം അവർലി ഡിമാൻഡ്, കോയിൻസൈഡൽ ഡ്രാഫ്റ്റ്, ടോട്ടൽ ഡിമാൻഡ്. ഓക്കെ, ഇതൊക്കെ ഒരു അതായത് നമുക്കൊരു ഡിപ്ലോമ ലെവൽ എക്സാമിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്കൊന്ന് ഓർക്കണം. അടുത്തത് ഓരോ കമ്പോണൻസും അതിന്റെ ഡിസൈൻ ലൈഫാണ് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഡാംസിന്റെ ഡിസൈൻ ലൈഫ് 50 years ആയിരിക്കും. ഓക്കെ, ഇൻടേക്സ് 30 year ആണ്. കൺവേയിങ് മെയിൻ പൈപ്പ്, അതായത് ആ ഒരു വാട്ടർ കൺവേയൻസ് സിസ്റ്റം ഇല്ല, അതിൻ്റെത് 30 years ആണ്. ഞാനിപ്പോൾ ഈ നോട്ട് ചെയ്യുന്നതൊക്കെ ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നതും 30 years ആണ്. ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് 30, റാപ്പിഡ് ആൻഡ് ഫിൽറ്റർ 15 years, പമ്പ്സ് 15 years, ഡിസ്ട്രിബ്യൂഷൻ റിസർവോയേഴ്സ് 15 years. ഓക്കെ, ഇതും ഒന്ന് ഓർത്തിരിക്കുക. റാപ്പിഡ് ആൻഡ് ഫിൽറ്റർ നമ്മൾ ഫിൽറ്റേഴ്സ് പഠിക്കാൻ നേരത്തെ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. റാപ്പിഡ് ആൻഡ് ഫിൽറ്ററും ബാക്കി എല്ലാ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സും 30 years ആണ്. പക്ഷെ റാപ്പിഡ് ആൻഡ് ഫിൽറ്റർ മാത്രം 15 years ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാം. റാപ്പിഡ് ആൻഡ് ഫിൽറ്റർ പെട്ടെന്ന് എന്താണ് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിന്റെ ഡിസൈൻ ലൈഫ് കുറച്ചായിട്ടാണ് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 30 years ആണ്. റാപ്പിഡ് ആൻഡ് ഫിൽറ്റർ മാത്രമാണ് 15 years വരിക. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഒന്ന് ഓർത്തിരിക്കുക, ഡാം ഒന്ന് ഓർത്തിരിക്കുക. ഒക്കെ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ് ആണ്, അത്രയെങ്കിലും മറക്കാണ്ടിരിക്കുക കേട്ടോ. ഇൻടേക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വിയറിന്റെ ഒക്കെ കേസ് പറഞ്ഞായിരുന്നില്ല, ഇറിഗേഷൻ സിസ്റ്റത്തിൽ വെള്ളം ഇതേപോലെ സ്റ്റോർ ചെയ്ത് അതിനെ കൺവേ ചെയ്യാനുള്ള ആ ഒരു ഇതിനെയാണ് ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻടേക്സ് എന്ന് പറയുന്നത്. ഡ്രൈ ഇൻടേക്ക് ഉണ്ട്, വെറ്റ് ഇൻടേക്ക് ഉണ്ട്. ഡ്രൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളിവിടെ സ്റ്റോർ ചെയ്തില്ല, കൺവേ മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്റ്റോറും കൂടെ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, വെറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇൻടേക്ക് എന്നാൽ ജസ്റ്റ് ആ ഒരു കൺവെയൻസ് സിസ്റ്റവും ആ ഒരു സ്റ്റോറേജ് മീഡിയത്തിനാണ് നമ്മൾ ഇൻടേക്ക് എന്ന് പറയുന്നത്. അതിന് ഡിസൈൻ ലൈഫ് എന്ന് പറയുന്നത് 30 വർഷമാണ്. ഓക്കെ അല്ലേ? അപ്പം ഇതിനകത്ത് അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ആ ഒരു വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക, എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സോഴ്സസ്, വെള്ളത്തിന്റെ സോഴ്സസ്. മെയിൻലി 2 തരത്തിലുള്ള സോഴ്സ് ഉണ്ട്, സർഫസും സബ് സർഫസും. സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും പോണ്ട്, സ്ട്രീം, റിസർവോയർ, ഇതൊക്കെയാണ് എന്ത്, സർഫസ് സോഴ്സുകൾ. സബ് സർഫസ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് വാട്ടർ, സ്പ്രിങ്, വെല്ല്, ഇൻഫിൽട്രേഷൻ, ഗാലറീസ്, ഇതൊക്കെയാണ് എന്ത്, സബ് സർഫസ് സോഴ്സുകൾ. ഓക്കെ, സോഴ്സസ് എന്ന് ഓർത്തോളാം, ജസ്റ്റ് സർഫസ് സോഴ്സുകൾ മാത്രമെങ്കിലും ഒന്ന് ഓർക്കുക. ഓപ്ഷൻസ് ആയിട്ട് ഇതിനകത്ത്, അതായത് ഓഡ് 1 എന്നൊക്കെ പറഞ്ഞ് വരാനേ ചാൻസ് ഉള്ളൂ, എന്നാൽ അത് വിടണ്ട. പോണ്ട്, സ്ട്രീം, റിസർവോയർ ഒക്കെ എന്താണ്, സർഫസ് സോഴ്സുകളാണ്. ഓക്കെ, സ്പ്രിങ്, വെല്ല്, ഇൻഫിൽട്രേഷൻ ഗാലറി. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ വെല്ലാണ്. നമ്മളത് ഈ സോയിൽ, അതായത് ഇതിന്റെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അക്യൂറ്റാഡ്, അക്യൂഫ്യൂജ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിക്കാനുണ്ട്, വെള്ളത്തിന്റെ സോഴ്സസ് പറയാം. അപ്പം ആ സമയത്ത് ഇൻഫിൽട്രേഷൻ ഗാലറി, ഇൻഫിൽട്രേഷൻ വെല്ലൊക്കെ നമുക്ക് പറയാനുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, കുഴപ്പമില്ല. ഈ സബ്ജക്ട് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. ഇപ്പം ഈ ടേം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ പറഞ്ഞേ, ഓക്കെ അല്ലേ? ഇനിയും ഓക്കെ വരാനുണ്ട്. ഓക്കെ വരാത്തവരൊക്കെ ഞാൻ പിടിച്ച് പുറത്താക്കുവേ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിലേക്ക് പോവാണ്. ഓക്കെ, ആദ്യത്തത്, അതായത് വെള്ളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് പല രീതിയിൽ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ആദ്യത്തത് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിനെ കുടിക്കാൻ യോഗ്യമായ വെള്ളത്തിനാണ് നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്. അടുത്തത് പെലേറ്റബിൾ വാട്ടർ. എന്തായിരിക്കണം, അതായത് അത് കുടിക്കാൻ യോഗ്യമാവണമെന്നില്ല, അതിനകത്ത് നമ്മൾക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വെള്ളത്തിനാണ് നമ്മൾ പെലേറ്റബിൾ വാട്ടർ എന്ന് പറയുന്നത്.
ടേസ്റ്റ് റെഡിയാണ്, കളർ ഓക്കെയാണ്, മണമില്ല, പിന്നെ ടെർബിഡിറ്റി ഇല്ല, കാണുമ്പോഴും ഒരു എന്താണ് ക്ലിയർ ആയിട്ട് കാണുന്ന വെള്ളത്തിനെയാണ് നമ്മൾ പെലേറ്റബിൾ വാട്ടർ എന്ന് പറയുന്നത്. ഡ്രിങ്കബിൾ ക്വാളിറ്റി ആണെങ്കിൽ പോർട്ടബിൾ, കാഴ്ചയ്ക്ക് അതായത് ഫിസിക്കലി അതിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പെലേറ്റബിൾ വാട്ടർ എന്നും പറയും. ഓക്കെ അല്ലേ? അടുത്തത് മിനറൽ വാട്ടർ, അതായത് നമ്മൾ ഈ സ്പ്രിങ്സിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിനകത്ത് അത്യാവശ്യം മിനറൽ കണ്ടന്റ് ഒക്കെ ഉള്ള വെള്ളത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനറൽ വാട്ടർ എന്ന് പറയുന്നത്. മിനറൽ സാൾട്ട്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ സൾഫർ കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ള ആ ഒരു അടങ്ങിയിരിക്കുന്ന ആ ഒരു വെള്ളത്തിനാണ് നമ്മൾ മിനറൽ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയും. സിമ്പിൾ അല്ലേ? എനി ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പൊല്യൂട്ടഡ് വാട്ടർ. ഇനി നിങ്ങളോട് ചോദിക്കുക, പൊല്യൂട്ടബിൾ വാട്ടറും കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്. എന്താണ് കണ്ടാമിനേറ്റഡ് വാട്ടറിനെ പൊല്യൂട്ടഡ് വാട്ടറിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്? എന്താണ് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ? അതിനകത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ട്, പക്ഷെ അതിനകത്തൊരു ഹാംഫുൾ അല്ലെങ്കിൽ ഒരു ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായില്ലേ? കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിസീസ് കോസിങ് മൈക്രോബ്സ് അല്ലെങ്കിൽ ഓർഗാനിസം ഉള്ള ഒരു വെള്ളത്തിനാണ് നമ്മൾ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത്. അത് എന്താണ്? ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ പൊല്യൂട്ടഡ് വാട്ടർ എല്ലാം നമുക്കൊരു എന്താണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ എന്തായാലും ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന വെള്ളം. ഓക്കെ. എല്ലാ കണ്ടാമിനേറ്റഡ് വാട്ടറും പൊല്യൂട്ടഡ് വാട്ടർ ആണ്, പക്ഷെ എല്ലാ പൊല്യൂട്ടഡ് വാട്ടറും കണ്ടാമിനേറ്റഡ് അല്ല. ഓക്കെ, മനസ്സിലായോ? ചെളിവെള്ളം എല്ലാം എന്താണ് നമുക്ക് കുടിച്ചാൽ രോഗം വരുന്നില്ല, പക്ഷെ ചെളിവെള്ളത്തിൽ മൈക്രോബ്സ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു രോഗം വരാം. അപ്പൊ ചെളിവെള്ളം എന്താണ്? പൊല്യൂട്ടഡ് വാട്ടർ ആണ്. ഈ മൈക്രോബ്സും ഒക്കെ ഉള്ളതാണെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓക്കെ, ഇതിനേക്കാളും ലോക്കലാവാൻ പറ്റൂലേ, അത് ഓർക്കണം കേട്ടോ. ഇനി ഹോൾസം വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ വെള്ളത്തിനാണ് നമ്മൾ ഹോൾസം വാട്ടർ എന്ന് പറയുന്നത്. എല്ലാ ട്രീറ്റ്മെന്റ് പ്രോസസ്സും കഴിഞ്ഞിട്ട് വന്ന് കിട്ടുന്ന വെള്ളം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ച് പഠിക്കണം, അതിനുശേഷം നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റിനെ പഠിക്കണം. അത്രയാണ് നമുക്ക് ശരിക്കും ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ എല്ലാ ട്രീറ്റ്മെന്റും കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ആ വെള്ളത്തിനാണ് നമ്മൾ ഹോൾസം വാട്ടർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകും. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ച് പഠിക്കാം. ആദ്യത്തത് നമുക്ക് അതിനെ കുറെ രീതിയിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. സൈസ് അനുസരിച്ചും അതിന്റെ നേച്ചർ അനുസരിച്ചും അതിന്റെ സ്റ്റേറ്റ് അനുസരിച്ചും. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായോ അല്ലെ? സംസ്ഥാനമാണോ? സാറേ ചളി പറയില്ലെന്നായിരിക്കും അല്ലെ? പോട്ടെ. സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വലിപ്പം അനുസരിച്ച് അല്ലെ? സസ്പെൻഡഡ് ഉണ്ട്, കൊളോയിഡൽ ഉണ്ട്, ഡിസോൾഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പേരുകൾ ഓർക്കുക. പക്ഷെ നമുക്ക് എന്തായാലും ഒബ്ജക്റ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ അല്ല വരിക എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ പാർട്ടിക്കിൾ സൈസ് പറഞ്ഞിട്ട് അത് ഏത് കാറ്റഗറിയിലാണ് വരിക, അതായത് ഇത്ര സൈസുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അത് സസ്പെൻഡഡ് ആണോ, കൊളോയിഡൽ ആണോ, ഡിസോൾഡ് ആണോ എന്നായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പൊ അത് മാത്രം പഠിച്ചാൽ പോരെ. അപ്പൊ സൈസ് അനുസരിച്ചുള്ളതാണ് സസ്പെൻഡഡ്, കൊളോയിഡൽ, ഡിസോൾഡ്. അപ്പം ഇതിനകത്ത് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഡിസോൾഡ് ആണ് എന്ന് ഓർക്കുക. സസ്പെൻഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻⁻1 mm to 10⁻⁻3 mm. കൊളോയിഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ 10⁻⁻3 mm to 10⁻⁻6 mm. ഡിസോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും 10⁻⁻6 mm to 10⁻⁻8 mm. ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് അനുസരിച്ചുള്ള അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത് ഓർക്കാൻ പറ്റുമല്ലോ അല്ലെ? MM-ലാണ് പറഞ്ഞേക്കുന്നത്. മൈക്രോമീറ്ററിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തേക്കണം. 10⁻⁻6 മീറ്റർ ആണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. 10⁻⁻3 മീറ്റർ ആണ്
മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എഞ്ചിനീയേഴ്സ് അല്ലേ, അതൊക്കെ ഓർക്കണം. അടുത്തത് ഓർഗാനിക്കും ഉണ്ട്, ഇൻഓർഗാനിക്കും ഉണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡീകമ്പോസിഷൻ കഴിഞ്ഞ പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ, അതിന്റെ ഒരു ഡീകമ്പോസിഷൻ കഴിഞ്ഞ ഒരു മെറ്റീരിയൽ അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഓർഗാനിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണോ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണോ കൂടുതൽ പാത്തോജനിക് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളത് ആരാ? ഓർഗാനിക് ആണോ ഇൻഓർഗാനിക് ആണോ? എ ഓർ ബി എന്ന് പറഞ്ഞാൽ മതി. എ എന്ന് ഉദ്ദേശിക്കുന്ന ഓർഗാനിക്, ഇൻഓർഗാനിക് എന്ന് പറയുന്നത് ബി. ഓക്കെ, ഇൻഓർഗാനിക് ആണോ അഹല്യ പറയുന്നത്? ഓക്കെ, ഓർഗാനിക് ആണ് കേട്ടോ. ചത്ത് ചീഞ്ഞ സാധനത്തിനകത്തുനിന്ന് മൈക്രോബ്സിന്റെ ഗ്രോത്തിന് കുറച്ചും കൂടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ ഇൻഓർഗാനിക് എന്ന് പറയുമ്പോൾ ഈ സാൾട്സ് അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഒക്കെ അല്ലേ, അത് എന്താണ് അങ്ങനെ ഒരു മൈക്രോബിയൽ ഗ്രോത്തിന്റെ ഒരു എൻവയോൺമെന്റ് വേണം നിർബന്ധമില്ല. അതേസമയം നമ്മൾ ആൾക്കാരൊക്കെ ഇൻഡ്യൂസ് ചെയ്ത തരത്തിലുള്ള ഒരു ആൽക്കലി സാൾട്സ് ഒക്കെ ആണെങ്കിൽ ഡിസീസ് കോസിംഗ് ആണ്. പക്ഷെ കൂടുതലായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഈ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതൽ എന്താണ് ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനൊക്കെ ഒരു ചാൻസ് ഉണ്ടാവാൻ ഒരു സാധ്യത. ഓക്കെ, അപ്പം ഇൻഓർഗാനിക് ആണ് ഒന്ന് ഓർത്തേക്കുക. പിന്നെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഇൻഓർഗാനിക് സാൾട്സ് ആണെങ്കിൽ അതും എന്താണ് ചിലപ്പം ഡേഞ്ചർ ആയിട്ട് വരാം. കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ആരാണ്? ഓർഗാനിക് ആണ്. ഡീകമ്പോസ്ഡ് മാറ്റർ. ഇൻഓർഗാനിക് എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഇൻഓർഗാനിക് സാൾട്സ് മേ ബി ഡേഞ്ചറസ് എന്നൊന്ന് ഓർത്താൽ മതി. ഞാൻ പറയട്ടെ, ഇതിനകത്ത് നിന്ന് ഒരു ചോദ്യം വരത്തില്ല. എങ്ങനെ ചോദിക്കാൻ നമ്മുടെ അടുത്ത്? ഓക്കെ, നേച്ചർ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് ഒരു ചോദ്യം ഒന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്തത് സ്റ്റേറ്റ് ഓഫ് ഇമ്പ്യൂരിറ്റി അനുസരിച്ച് ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്. ഫിസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഓക്കെ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് അല്ലെങ്കിൽ മണത്ത് അല്ലെങ്കിൽ രുചിച്ചൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ് എന്ത്? ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കെമിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡീകമ്പോസ്ഡ് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ അതിനാണ് നമ്മൾ ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കലും കെമിക്കലും വേർതിരിച്ച് മനസ്സിലായോ? നമുക്ക് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി അല്ലെങ്കിൽ രുചിച്ചൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ് എന്ത്? ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഇമ്പ്യൂരിറ്റീസ് അതൊന്നും വേണം ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നിന് പഠിക്കാനുള്ളത് ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് കാരണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇമ്പ്യൂരിറ്റീസ് ആണല്ലോ ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്. അപ്പം അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ആണ് എന്ത്? ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റീസിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഫിസിക്കലും കെമിക്കലും ആണ് ശരിക്കും ഇതിനകത്തുനിന്ന് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഇന്ന് ഫിസിക്കൽ പഠിച്ചങ്ങ് തീർക്കാം. കുറച്ചുണ്ട് അതിന്റെ എന്താണ് അതിന്റെ ക്വാളിറ്റികൾ ഏതൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് കണ്ടുപിടിക്കുക, അതിന്റെ ലിമിറ്റ് എത്ര, ഇത്രയേ ഉള്ളൂ എല്ലാത്തിനും കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, അതിനകത്ത് ഏറ്റവും ആദ്യത്തേതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അപ്പൊ തൊട്ട് നോക്കിയാൽ പോരെ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് കൂടുതൽ അതായത് സേഫ് ആവാത്ത ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഓർക്കുന്നത് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ അല്ലേ. അപ്പം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആദ്യം തന്നെ ഒന്ന് ഓർത്തേക്കുക. ഇറ്റ് ഈസ് 10 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. 10 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് ഹയർ ടെമ്പറേച്ചർ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വളരെ ആക്റ്റീവ് ആയി പോകും. ഈ എക്സോതെർമിക് റിയാക്ഷൻസ് ഒക്കെ വരില്ലേ. അതുകൊണ്ട് നമ്മൾ ഒരു 50-60 ഡിഗ്രി എത്തിക്കഴിയുമ്പോഴത്തേക്കും കെമിക്കലി ആ ഒരു കോമ്പൗണ്ട് എന്താണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അത്രയും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. 10 ഡിഗ്രി താഴെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. മൈക്രോബിയൽ ഗ്രോത്തിന്റെ ഒക്കെ ഒരു ആക്റ്റീവ് കൂടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അതും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. അപ്പം കൂടുതൽ അതായത് നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെള്ളം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൺവേ ചെയ്യാനുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിനകത്തുള്ള ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കൂടുവോ കുറയുവോ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക?
solubility of gas decreases as temperature increase. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഗ്യാസസ് എന്താണ് ഇൻസോലുബിൾ ആയിട്ട് വരും. അത് എന്താണ് ഒരു തരത്തിൽ അതൊന്ന് ആക്റ്റീവ് ആവുകയാണ്. ഗ്യാസസ് ഒന്നും അതിനകത്ത് സൊല്യൂബിൾ അല്ലാണ്ട് വരുവാണ്. അപ്പം എന്താണ് ഈ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് കാര്യങ്ങളൊക്കെ കുറയുന്നു നോക്കാം. അപ്പം അറ്റ് ഹയർ ടെമ്പറേച്ചർ എന്താണ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് എന്ത് സംഭവിക്കുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. ഇനി സിമ്പിൾ ആയിട്ട് ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ വിസ്കോസിറ്റി കൂടുവോ കുറയുമോ? വിസ്കോസിറ്റി കൂടുമോ കുറയുമോ? വിസ്കോസിറ്റി കൂടും ആണോ? ഒന്നുകൂടെ ആലോചിച്ചേ. ഓക്കെ, ഇവിടെ കൂടുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ജിൻഡോ. ടാറാണോ വെള്ളമാണോ കൂടുതൽ വിസ്കസ്? കൂടുതൽ വിസ്കസ് ടാറാണ്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം ടാറിന് വിസ്കോസിറ്റി കൂടുവാണോ കുറയുവാണോ? എബിലിറ്റി ടു ഫ്ലോ അല്ലെ റെസിസ്റ്റൻസ് ഫ്ലോ ആണ് എന്ത് വിസ്കോസിറ്റി അല്ലെ. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുമല്ലേ ചെയ്യുന്നത്. ചാടി നല്ല കോൺഫിഡൻസോടെ പറഞ്ഞായിരുന്നു അല്ലെ. റെഡിയില്ലേ? മനസ്സിലായില്ലേ? നേരെ തിരിച്ചാ, നീ ആലോചിച്ചാൽ നേരെ തിരിച്ചാ. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും വിസ്കോസിറ്റി എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയും. റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയുന്നത് കുറയുമല്ലേ. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസസ്. എല്ലാരും ഓക്കെ അല്ലേ? മിണ്ടുന്നില്ലല്ലോ, പോയോ? അടുത്ത് കളർ. ഓക്കെ, നമ്മൾ അതിനകത്ത് രണ്ട് തരത്തിലുള്ള കളർ പറയാറുണ്ട്, അപ്പാരന്റ് കളറും ട്രൂ കളറും. അപ്പം അതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് ആർക്കെങ്കിലും അപ്പാരന്റ് കളറും ട്രൂ കളറും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ? ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ അതിനകത്ത് ഒരു ചെളി അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് ശരിക്കും അതിന്റെ അപ്പാരന്റ് കളറാണ്. ഓക്കെ, ട്രൂ കളർ എന്ന് പറയുമ്പോഴത്തേക്കും കുറേയും കൂടെ കെമിക്കലി ബോണ്ട് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ കളർ എന്ന് പറയുന്നത്. ലിക്വിഡിന്റെ കേസാണ് നമ്മളിപ്പോ പറഞ്ഞത് ജിൻഡോ. ലിക്വിഡിന്റെ കേസ് മാത്രമേ ഉള്ളൂ. വാട്ടർ സപ്ലൈ സിസ്റ്റം അല്ലേ, അപ്പൊ ഗ്യാസിന്റെ കാര്യം പറയരുത്. ഓക്കെ, ശരി ശരി, ആ രീതിയിൽ ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ലിക്വിഡിന്റെ കേസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ അപ്പാരന്റ് കളറും ട്രൂ കളറും, ആ ഡൗട്ട് മാറിയോ? ഡൗട്ട് മാറിയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പാരന്റ് കളറും ട്രൂ കളറും. അപ്പൊ നമ്മൾ കളറിലേക്കാണ് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സാമ്പിളിന്റെ അപ്പാരന്റ് കളറും നമ്മൾ പറയാറുണ്ട്, ട്രൂ കളറും പറയാറുണ്ട്. അപ്പം അതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അപ്പാരന്റ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഡ്യൂ ടു ദി suspended or colloidal solids. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പാരന്റ് കളർ എന്ന് പറയുന്നത്. ട്രൂ കളർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ഡിസോൾവ്ഡ് സോളിഡ്സ്. ഓക്കെ, അപ്പം അപ്പാരന്റ് കളറിന് കാരണമാകുന്ന ഏതൊക്കെയാണ്? സസ്പെൻഡഡും കൊളോയിഡലും. അതെന്ന് പറയുമ്പോഴത്തേക്കും വലിയ പാർട്ടിക്കിൾ ആണോ കുഞ്ഞു പാർട്ടിക്കിൾ ആണോ? വലിയ പാർട്ടിക്കിൾ ആണോ കുഞ്ഞു പാർട്ടിക്കിൾ ആണോ? വലുതെന്ന് പറയുന്നവർ എ പറയാ, കുഞ്ഞിതെന്ന് പറയുന്നവർ ബി പറയാ, ഏതാണ്? അപ്പാരന്റ് കളറിന് കാരണമാകുന്ന വലിയ പാർട്ടിക്കിൾസ് ആണോ ചെറിയ പാർട്ടിക്കിൾ ആണോ? വലുത് അല്ലെ, വലിയ പാർട്ടിക്കിൾസ് ആണ്. അത് ഓർക്കാൻ പറ്റൂലോ. അപ്പൊ നമ്മൾ സസ്പെൻഡഡും അതേപോലെ തന്നെ കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് വരെ പഠിച്ചാണ്, ഓർത്തേക്കുക. ഇനി നമ്മൾ ഈ കളർ മെഷർ ചെയ്യുന്നത് ഇൻ ബർഗർ സ്കെയിൽസ് അല്ലെങ്കിൽ പ്ലാറ്റിനം സ്കെയിലാണ്. ഓക്കെ, അതിന്റെ ഇൻസ്ട്രുമെന്റിന്റെ പേരാണെന്ത്? ടിൻഡോമീറ്റർ. നമ്മൾ അത് അളക്കാറുള്ള സ്കെയിൽ ആണെന്ത്? ബർഗർ സ്കെയിൽ അല്ലെങ്കിൽ പ്ലാറ്റിനം സ്കെയിൽ. ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ബർഗർ സ്കെയിൽ അല്ലെങ്കിൽ പ്ലാറ്റിനം സ്കെയിൽ. അതിനോട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്ത്? ടിൻഡോമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബർഗർ സ്കെയിൽ കിട്ടിയേക്കുന്ന ആ ഒരു റീഡിംഗ് ഇല്ലേ, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് TCU എന്നാണ്, ട്രൂ കളർ യൂണിറ്റ്. അപ്പം യൂണിറ്റ് ഓഫ് കളർ അല്ലെങ്കിൽ നമ്മൾ ഈ കളർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്രൂ കളർ യൂണിറ്റ്. ഈ ട്രൂ കളർ യൂണിറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 1 milligram of platinum as chloroplatinate in 1 liter
ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ 1 mg ഓഫ് പ്ലാറ്റിനം കോബാൾട്ട് ഇൻ ദ ഫോം ഓഫ് ആ കോമ്പൗണ്ട് ആണ്. നമ്മൾ ഈ പ്ലാറ്റിനം അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ക്ലോറോ പ്ലാറ്റിനേറ്റ് എന്ന ഫോമിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 TCU എന്ന് പറയുന്നത്. അപ്പം ഈ 1 മില്ലിഗ്രാം ഓഫ് ക്ലോറോ പ്ലാറ്റിനേറ്റ് 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറാണ് എന്ത്, 1 TCU. ഓക്കെ, റെഡിയായോ? ഇനി ഈ 1 ലിറ്ററിൽ 1 മില്ലിഗ്രാം അല്ലെ, 1 മില്ലിഗ്രാം ഇൻ 1 ലിറ്റർ, ഇത് തന്നെയാണ് പാർട്സ് പെർ മില്യൺ കൂട്ട് കേട്ടോ. PPM ആയിട്ട് നമുക്ക് ഇത് എഴുതാം, പാർട്സ് പെർ മില്യൺ. 1 മില്ലിഗ്രാം ഇൻ ലിറ്റർ നമുക്ക് വേണമെങ്കിൽ PPM-ലും എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പാർട്സ് പെർ മില്യൺ ആണ് PPM. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ടത് അതിന്റെ ലിമിറ്റ് ആണ്. നമ്മൾ അതിന്റെ എന്തൊക്കെയാണ് ഈ കാരണം എന്ന് മനസ്സിലാക്കി, അത് മെഷർ ചെയ്യുന്നത് മനസ്സിലാക്കി, ഈ യൂണിറ്റ് പഠിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഈ ഒരു പേര് ഒന്ന് ഓർത്തിരുന്നത് നല്ലത്. ഇനി ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 5 മുതൽ 20 TCU-ന്റെ ഇടയ്ക്ക് നിന്നാലും നമുക്ക് എന്താണ് ഒരു പോർട്ടബിൾ ക്വാളിറ്റി എന്ന് പറയാം. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 5 to 20 TCU ആണ്. ട്രൂ കളർ യൂണിറ്റ് ഓർക്കാലോ, കളറ് അപ്പാരന്റ് കളർ ഉണ്ട്, ട്രൂ കളർ ഉണ്ട്, മെഷർ ചെയ്യുന്നതുണ്ട്, അതിന്റെ ലിമിറ്റ്. മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ടിൻഡോമീറ്റർ. മെഷർ ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് പ്ലാറ്റിനം സ്കെയിൽ അല്ലെങ്കിൽ ബർഗർ സ്കെയിൽ. ഓക്കെ, അടുത്തത് നമ്മൾ ടെർബിഡിറ്റി. ടെർബിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കളർ പോലെ തന്നെ നോക്കാം, വെള്ളം ക്ലിയർ ആണ്, അതിന്റെ തെളിച്ചക്കുറവിനാണ് നമ്മൾ ടെർബിഡിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പേക്നെസ് അല്ലെങ്കിൽ അതിനകത്തൂടെ ലൈറ്റിന് പോവാണ്ടിരിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ ലൈറ്റിന് വരുന്ന ആ ഒരു റെസിസ്റ്റൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്പേക്നെസ് അല്ലെങ്കിൽ ടെർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം വെള്ളം കൂടുതൽ ടെർബിഡ് ആവുന്നതോടെ ലൈറ്റിന് അതിനകത്തൂടെ എളുപ്പത്തിൽ പാസ് ചെയ്യാണ്ടായി പോവാണ്. ഓക്കെ, ഒപ്പേക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമുക്ക് അതിന്റെ അപ്പുറം കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഓക്കെ, ഒപ്പേക്കായി പോവാന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാത്ത അവസ്ഥ അല്ലെ. റെസിസ്റ്റൻസ് ടു ദി പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ ദി വാട്ടർ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർബിഡിറ്റി എന്ന് പറയുന്നത്. കോസ്റ്റ് ബൈ സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. നമുക്ക് ഓർക്കാൻ പറ്റും, കെമിക്കലി കമ്പൈൻഡ് അല്ലാണ്ട് അതിനകത്ത് ഇങ്ങനെ ഈ ചെളിവെള്ളം പോലെ അതിനകത്ത് ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിലാണ് നമുക്ക് എന്ത് പറ്റുക, ടെർബിഡിറ്റി കോസ് ചെയ്യുന്നത്. സർഫസ് ഫിനോമിനാണ്, അതുകൊണ്ട് ഓർത്തോളുക, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് സൈസ് വലുതാവും തോറും അതിന്റെ ടെർബിഡിറ്റിയും എന്ത് സംഭവിക്കുകയാണ്, കൂടുതലാണ്. ലാർജർ സർഫേസ് ഏരിയയിലുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ കൂടുതൽ ടെർബിഡ് ആയിട്ട് വരും. അപ്പൊ ടെർബിഡിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഓപ്ഷൻസ് ആയിട്ട് ഒപ്പേക്നെസ് ഇൻ വാട്ടർ, അതിനെയാണ് നമ്മൾ ടെർബിഡിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റീസ് ആണ്. ഓക്കെ, ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കണ്ടോ അല്ലെങ്കിൽ രുചിച്ചോ അല്ലെങ്കിൽ മണത്തോ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ടെമ്പറേച്ചർ നമുക്ക് തൊട്ടാൽ മനസ്സിലാവും, ഫിസിക്കൽ ക്വാളിറ്റിയാണ്. പിന്നെ കെമിക്കലിൽ എടുക്കുന്നില്ല, ഇന്ന് ഫിസിക്കൽ മാത്രമേ ഉള്ളൂ നമുക്ക്. രണ്ടാമത് പറഞ്ഞ ഏതാണ്, കളർ. മൂന്നാമത്തത് ടെർബിഡിറ്റി. ടെർബിഡിറ്റി നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വേറെ കെമിക്കൽ ടെസ്റ്റ് ഒന്നും നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ അതൊരു സ്കെയിലിൽ റെപ്രസെന്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് വാട്ടർ ആണ് എന്ത്, ടെർബിഡിറ്റി എന്ന് പറയുന്നത്. സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാരണമാണ് ടെർബിഡിറ്റി ഉണ്ടാകുന്നത്. പിന്നെ സർഫസ് ഫിനോമിന ആണെന്നും കൂടെ ഒന്ന് ഓർക്കാം. ഇനി നമുക്ക് ഇതിന്റെ മെഷർമെന്റ് അല്ലെ, അത് ടെർബിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ആ ഡെഫിനേഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ, മറന്നേക്കരുത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഏത് സ്കെയിലായിരുന്നു, പ്ലാറ്റിനം സ്കെയിലായിരുന്നു അല്ലെ. അപ്പം ഇനി അത് അവിടെ വെച്ചേക്കുക. നമുക്ക് ഇനി നോക്കാനുള്ളത് ടെർബിഡിറ്റി ആണ്. ടെർബിഡിറ്റി മെഷർ ചെയ്യുന്നത് സിലിക്ക സ്കെയിലാണ്. ഓക്കെ, എക്സ്പ്രസ്ഡ് ഇൻ ടെർബിഡിറ്റി യൂണിറ്റ്സ്. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ ഡെഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനകത്തും ഒരു ഡെഫിനേഷൻ ഉണ്ട്. 1 മില്ലിഗ്രാം ഓഫ് ഫൈൻലി ഡിവൈഡഡ് സിലിക്ക മിക്സ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 ടെർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ട്, പക്ഷെ അപ്പം അവിടെ പറഞ്ഞപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനത്തെ കുറച്ചൊന്നൊക്കെ വരുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അതുകൊണ്ടാണ് കമ്പയർ ചെയ്ത് പഠിച്ചു പോകാം. ഇത് സിലിക്ക സ്കെയിലായിരുന്നു. ഏതാണ്, ടെർബിഡിറ്റി. ഓക്കെ, ഇത് ടെർബിഡിറ്റി യൂണിറ്റിലായിരുന്നു, മറ്റേ ട്രൂ കളർ യൂണിറ്റിലായിരുന്നു. ഇത് TU, അത് TCU ആയിരുന്നു. അത് പ്ലാറ്റിനം സ്കെയിൽ, ഇത് സിലിക്ക സ്കെയിൽ. അപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആകത്തുള്ളൂ, പഠിച്ചേക്കുക. ഇനി മറ്റേടത്ത് 5 to 20 ആയിരുന്നു, ഇവിടെ 5 to 10 ആട്ടോ. ഏത് ഡ്രിങ്കിങ് വാട്ടർ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 5 TU to 10 TU. അപ്പം അത് ഏത് സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്,
ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറയാം. വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡും പറയാം, 5 to 10, അതും ഒന്ന് ഓർത്തിരിക്കാം. ഇനി മെഷറിംഗ് ഡിവൈസസ്. നമുക്ക് രണ്ട് രീതിയിലുള്ള ഡിവൈസസ് ഉള്ളത്. ഒന്ന് ലൈറ്റ് അബ്സോർബിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതും ലൈറ്റ് റിഫ്ലക്റ്റിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതും. ലൈറ്റ് അബ്സോർബിംഗ് പ്രിൻസിപ്പിളും ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളും. ഓക്കെ, അപ്പം ഇതിനകത്തൊക്കെ ഈ 4 കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് 4 നമ്മുടെ സിലിക്ക സ്കെയിലിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പീഡായി പോകുന്നുണ്ടോ? സ്പീഡ് ഓർക്കണോ? ഓക്കെ അല്ലേ? നെഫ്ലോമീറ്റർ വെച്ച് ബാക്കിയെല്ലാം ലൈറ്റ് അബ്സോർബിംഗ് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നതും കൂടെ ഓർത്തിരിക്കുക. നെഫ്ലോമീറ്റർ വെച്ച് ബാക്കി പറഞ്ഞിരിക്കുന്ന 4. അപ്പം ഈ ഒരൊറ്റ പേരൊന്ന് ഓർത്തിരിക്കുക. അവിടെ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാൻ പറ്റൂലോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഒരു ഡിപ്ലോമ ലെവലിലൊക്കെ നോക്കിയാൽ മതി. പക്ഷെ എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഡിപ്ലോമ ലെവലിൽ അല്ലെങ്കിൽ ഈ ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അത് പഠിച്ചു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ജാക്സൺസ് ടെർബിഡിറ്റി റോഡ്. അപ്പം ഇതിന്റെ ഓരോന്നിനും നമുക്ക് ഓരോ ടേം ആയിട്ട് പഠിക്കണം. ഇതിൽ ഏതാണ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ടെർബിഡിറ്റി എങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അല്ലാണ്ട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ജാക്സൺസ് ടെർബിഡിറ്റി റോഡ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് കുറച്ചും കൂടെ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വിപ്മെന്റ് ആണ്. നമുക്ക് ഫീൽഡിലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ടെർബിഡിറ്റി അളക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജാക്സൺസ് ടെർബിഡിറ്റി റോഡാണ്. ഫീൽഡ് മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഫീൽഡ് മെഷർമെന്റ്. ഇനി ജാക്സൺസ് ടെർബിഡിറ്റി മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് ഹൈ ടെർബിഡിറ്റി ഉള്ള കേസിലാണ്. ഗ്രേറ്റർ ദാൻ 25 TU, 25 ടെർബിഡിറ്റി ഉണ്ടെങ്കിലും കൂടുതലുള്ള അല്ലെങ്കിൽ ഹൈ ടെർബിഡിറ്റിക്ക് യൂസ് ചെയ്യുന്ന ടെർബിഡിറ്റി മീറ്റർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓർത്തോളൂ, ജാക്സൺസ് ടെർബിഡിറ്റി മീറ്റർ ആണ്, ടെർബിഡിറ്റി റോഡ് അല്ല കേട്ടോ. ഈ ജാക്സൺ ടെർബിഡിറ്റി റോഡിൽ തന്നെ നമ്മൾ ടെർബിഡിറ്റി ട്യൂബ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ടെർബിഡിറ്റി ട്യൂബ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബെയ്ലിൻസ് ടെർബിഡിറ്റി. ബെയ്ലിൻസ് ടെർബിഡിറ്റി മീറ്റർ അല്ലെങ്കിൽ ബെയ്ലിൻസ് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലോ ടെർബിഡിറ്റി അളക്കേണ്ട സിറ്റുവേഷനാണ്. ഓക്കെ, ലോ ടെർബിഡിറ്റി അളക്കേണ്ട സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബെയ്ലിൻസ് ടെർബിഡിറ്റി മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലെസ് ദാൻ 5 TU അപ് ടു 5 TU. ഓക്കെ, ഇനി ഹെലിൻസ് മീറ്റർ. അപ്പം നമ്മൾ ലോ ടെർബിഡിറ്റി ഓർക്കാൻ പറ്റണം, ഹൈ ടെർബിഡിറ്റി ഓർക്കാൻ പറ്റണം, ഫീൽഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓർക്കണം. അപ്പൊ നമുക്ക് 3 പഠിച്ചു. പിന്നെ ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നെഫ്ലോമീറ്റർ, അതും ഓർത്തിരിക്കുക. ഹെലിഞ്ച് മീറ്ററിന് നമ്മളാകെ പറയാറുള്ളത് അപ് ടു 50 ടെർബിഡിറ്റി യൂണിറ്റ്. ഓക്കെ, അപ്പം ഇതങ്ങനെ ഓർക്കണമെന്നില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല. ഹെലിഞ്ച് മീറ്ററിന് വെച്ചിട്ട് പറയാൻ ചാൻസ് കുറവാണ്. ബാക്കിയൊക്കെ ഒന്ന് ഓർക്കുക, കാരണം നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് പ്രതീക്ഷിച്ചാൽ മതി. ലോ ടെർബിഡിറ്റി വരുന്ന കേസിൽ, ഹൈ ടെർബിഡിറ്റി വരുന്ന കേസിൽ ഫീൽഡ് ടെർബിഡിറ്റി അല്ലെങ്കിൽ ഫീൽഡ് മെഷർമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, പഠിച്ചല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ബാക്കി എല്ലാ കേസിലും എന്തായിരുന്നു, സിലിക്ക ആയിരുന്നു നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ആ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിച്ചത് അല്ലെ. ഈ നെഫ്ലോമീറ്ററിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമസിനാണ്. സിലിക്കയ്ക്ക് പകരം ഫോർമസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സിലിക്ക സ്കെയിലിൽ അല്ലെങ്കിൽ ടെർബിഡിറ്റി യൂണിറ്റിലല്ല ഇത് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്, NTU-ലാണ്, നെഫ്ലോമീറ്റർ ടെർബിഡിറ്റി യൂണിറ്റ്, NTU-ലാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ സിലിക്ക ഇട്ട പോലെ തന്നെ ഇവിടെ 1 milligram ഓഫ് ഫോർമസി ആണ് നമ്മൾ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫോർമസിൻ പോളിമർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കുക. NTU-ലാണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ടെർബിഡിറ്റി മനസ്സിലായി, ടെർബിഡിറ്റിന്റെ പാരാമീറ്റേഴ്സ് മനസ്സിലാക്കി, അതിന്റെ ലിമിറ്റ് പഠിച്ചു, ഇൻസ്ട്രുമെന്റ്സും പഠിച്ചു. ഓരോന്നിനും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാടൊന്നും പറയാനൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തായിരിക്കണം,
മണവും രുചിയും അല്ലെ, ഓർഡർ ആൻഡ് ടേസ്റ്റ്. അപ്പം ഈ മണവും രുചിയും മനസ്സിലാക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഓസ്മോസ്കോപ്പ്. ഓക്കെ, എന്തോ മണക്കുന്ന പോലെ തോന്നില്ലേ? ഓസ്മോസ്കോപ്പ് ആണ് നമ്മൾ മണ രുചി മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അപ്പം ആ ഒരു ഓസ്മോസ്കോപ്പിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ml ആണ്. അതൊന്നും ഓർക്കണമെന്നില്ല. ഇത് റെപ്രസെന്റ് ചെയ്യാറുള്ളത് ത്രെഷ് ഓർഡർ നമ്പറിലാണ്. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് മണമെന്ന് ഓർക്കാലോ. ഓക്കെ, സോറി. അപ്പം ത്രെഷ് ഓർഡർ നമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓസ്മോസ്കോപ്പ് വെച്ച് കിട്ടിയ ആ ഒരു ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് <3 ton. ത്രെഷ് ഓർഡർ നമ്പർ <3 ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ് ആണ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഓസ്മോസ്കോപ്പിന്റെ വർക്കിംഗ് എന്താന്ന് വെച്ചാൽ, ഒരു 200 ml കപ്പാസിറ്റി ഉള്ള ഒരു ബീക്കറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾ ആഡ് ചെയ്യും. ഈ വോളിയം ഓഫ് സാമ്പിൾ ആണ് നമ്മൾ എ എന്ന് പറയുന്നത്. അതായത് ചെളിവെള്ളം അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഓർഡർ മണക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റി, അതാണ് എ. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ബാക്കിയുള്ളത് ബി എന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും. അപ്പം A+B എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, 200 ml ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ എന്റെ അളവ് കൂട്ടി ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ കണ്ടന്റ് മാറ്റി ഓരോരോ സാമ്പിളിൽ വെക്കും. അപ്പം എത്രമാത്രം എ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതാണ് ത്രെഷ് ഓർഡർ നമ്പർ. അതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കാൻ മതി. ഇൻസ്ട്രുമെന്റിന്റെ പേര്, ഇതിന്റെ ലിമിറ്റ്. ഓക്കെ, അത്ര ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ രുചി നോക്കാറില്ല. ഈ ഒരു ത്രെഷ് ഓർഡർ നമ്പർ തന്നെയാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യാറുള്ളത്, ഫ്ലേവേർഡ് ത്രെഷ് നമ്പർ. അതായത് ആ ഒരു ടേസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വേറെ ഇൻസ്ട്രുമെന്റ് ഒന്നുമല്ല, ഓസ്മോസ്കോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ അത് റെപ്രസെന്റ് ചെയ്യാറുള്ളത് FTN നമ്പർ വെച്ചിട്ടാണ്, ഫ്ലേവേർഡ് ത്രെഷ് നമ്പർ. ഓക്കെ, അപ്പം മണവും രുചിയും കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്യണം. Turbidity in water is caused due to. Turbidity in water is caused due to. ആൻസർ പറഞ്ഞേ. ടർബിഡിറ്റി കാരണം എന്താ? ഓക്കെ, ആൻസർ ഡി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. ടർബിഡിറ്റി ഓഫ് വാട്ടർ ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ്. ടർബിഡിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിന്റെ ടേംസിലാണ്? സിലിക്ക സ്കെയിൽ, പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ, ബർഗർ സ്കെയിൽ, നൺ ഓഫ് ദീസ്. ടർബിഡിറ്റി എല്ലാവരും പറഞ്ഞു. ഓക്കെ, പ്ലാറ്റിനവും ബർഗർ സ്കെയിലൊക്കെ ഇതിനകത്തായിരുന്നു. പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിലും അതുപോലെ ബർഗർ സ്കെയിലൊക്കെ കളറിന്റെ കേസിലായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടർബിഡിറ്റി എന്ന് പറയുന്നത് സിലിക്ക സ്കെയിൽ. അടുത്തത്, മാക്സിമം പെർമിസിബിൾ ടർബിഡിറ്റി ഫോർ ഡൊമസ്റ്റിക് സപ്ലൈസ്. മാക്സിമം പെർമിസിബിൾ ടർബിഡിറ്റി ഫോർ ഡൊമസ്റ്റിക് സപ്ലൈസ് എത്രയാണ്? എത്രയാ? ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈ ടർബിഡിറ്റി of water can be determined by turbidity tube, Jackson's turbidity meter, Balin's turbidity meter, Helin's turbidity meter. എത്രയാണ്? ഹൈ ടർബിഡിറ്റി ആരാണ്? ജാക്സൺ അല്ലെ. അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മള് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നോക്കിയത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു വാട്ടർ ഡിമാൻഡിനെ കുറിച്ച് നോക്കി, പാരാമീറ്റേഴ്സിനെ കുറിച്ച് നോക്കി, ഇമ്പ്യൂരിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കി. ഓക്കെ, അപ്പം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റിലേക്ക് എത്തുമ്പോഴാണ് പിന്നെയും കുറച്ച് ഇതുള്ള. നമുക്ക് അടുത്ത ദിവസം നമുക്ക് കെമിക്കൽ പാരാമീറ്റേഴ്സും അതിന്റെ ലിമിറ്റിംഗ് വാല്യൂസ് ഒക്കെ നോക്കാം. ഓരോ കെമിക്കൽ കോമ്പോസിഷനും അതിന്റെ ലിമിറ്റിംഗ് വാല്യൂസ്, അപ്പം ഡിസോൾഡ് ഓക്സിജൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ സെക്ഷനിൽ കെമിക്കൽ പാരാമീറ്റേഴ്സ് അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പം അതുവരെ അടുത്ത സബ്ജക്റ്റ് ആയിട്ടൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കാം. ബൈ.